ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഞാൻ ഇത്ര നാള് ഷോർട്സ് അല്ല ഇട്ടിരുന്നേ. എനിക്ക് തോന്നി എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തണില്ലാന്ന്. അപ്പൊ നമുക്ക് നന്നായിട്ട് സംസാരിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി വലിയ വീഡിയോസ് ഇട്ട് തുടങ്ങാന്ന്. അങ്ങനെ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റത് തന്നെ നല്ല ഇടിയും ആ ഒരു മിന്നലൊക്കെ കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. അപ്പൊ കുട്ടികളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് വലിയ അനക്കൊന്നും ഇല്ല. ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില്. ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ അടുക്കളയിലെത്തി ചോറും ചായയൊക്കെ വെക്കാൻ പോവാണ്. ഇന്ന് നല്ല മഴക്കാരുള്ളതുകൊണ്ടും ചെറിയ ചെറിയ മഴ ഇങ്ങനെ ഇപ്പോഴും ചാറിയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ജനലിലേക്ക് നോക്കൂ, ഭയങ്കര വെളിച്ചം കുറവല്ലേ. അല്ലെങ്കിൽ ഞാൻ രാവിലെ വീഡിയോസ് ഇടുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കാറ്. ഇപ്പൊ ആകെ ഇരുണ്ടിരിക്കുകയാണ് കേട്ടോ. സമയമൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ, എന്നാലും ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ ഉച്ചവരെയാണ് മഴക്കാരൊക്കെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് എവിടെ പോയി എന്നറിയാത്ത പോലെ വെയിലായി. അങ്ങനെ ഞാൻ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് നല്ല മെലഡി സോങ്സ് ഒക്കെ വെച്ച് ചായയും ചോറും എല്ലാം റെഡിയാക്കി. പിന്നെ ഇന്ന് സാമ്പാർ വെക്കാന്നാണ് വിചാരിച്ചേക്കണേ. സാധാരണ ഞാനേ ഒരു കറിയും ഒരു ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് പ്രശാന്തന് ഉച്ചയ്ക്ക് വരാൻ പറ്റണില്ല കഴിക്കാനായിട്ട്. അപ്പൊ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകും. ഞാനാണെങ്കിലും കുറച്ചേ കഴിക്കുള്ളൂ. എനിക്കിങ്ങനെ ഇന്ന കറികൾ വേണമെന്നൊന്നുമില്ല. രാവിലത്തെ പലഹാരം ഉണ്ടെങ്കിൽ എനിക്ക് അതായാലും മതി. പിന്നെ കുട്ടികളാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ്, കോട്ടയിലേക്ക്. അവർക്ക് വെക്കേഷൻ ആയാൽ പിന്നെ അവിടെ ജീവൻ കിടക്കണേ. പിന്നെ അവിടെ സ്വിമ്മിങ് ക്ലാസ്സിനും ഡാൻസ് ക്ലാസ്സിനും ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ നിന്നാകുമ്പോൾ കുറെ ദൂരം പോകണ്ടേ, അവിടെ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ചേർത്തേക്കാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി കാണും. എന്നാലും ഇങ്ങോട്ട് കൊണ്ടുവരണം ആഗ്രഹമുണ്ട്. ക്ലാസ് കഴിയാണ്ട് കൊണ്ടുവരാനും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിക്കാൻ ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കും. അവരെപ്പോഴും സൂത്രത്തിന്റെ ആൾക്കാരാണ്. ഏത് സമയവും സൂത്രം ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതിനിടയിൽ നല്ലോണം ഇടി വെട്ടുണ്ട് കേട്ടോ. പോരാത്തതിന് നമ്മുടെ കോട്ടിയാടിൽ ഇപ്പൊ 2 തൊപ്പിക്കിളികൾ വന്നിട്ട് കൂട് കൂട്ടാനൊക്കെ നോക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ ഇത്തിരി വെളിച്ചത്ത് എടുത്ത വീഡിയോ ഉണ്ട്. ഉച്ചയ്ക്ക് അവര് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ മത്തങ്ങ നുറുക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലത്തെ കുരുവിന്റെ ഒരു വൈറ്റ് പരിപ്പുണ്ട്. അത് നല്ല ടേസ്റ്റാ. ഞാൻ പണ്ടേ തൊട്ട് അത് കഴിച്ചിങ്ങനെ ഒരു ശീലം. ഇന്നും ഞാൻ അതിന്റെ ഒരു കഷ്ണം എടുത്ത് വായിലിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പരിപ്പ് ഇടാനായിട്ട് നോക്കിയിട്ടുണ്ട്. പരിപ്പ് തീർന്നിരിക്കുക. അപ്പൊ ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് പരിപ്പൊക്കെ എടുത്ത് റീഫിൽ ചെയ്ത് സാമ്പാറിന് വേണ്ട പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കാൻ പോവാണ് കേട്ടോ. ഇത്ര നേരത്തെ ചോറും കറിയൊക്കെ വെച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ അങ്ങനെ വെച്ച് ശീലിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈ അടുക്കളപ്പണികൾ തീർന്നാൽ തന്നെ നമുക്ക് എന്തോ ഭയങ്കര പണികളെല്ലാം തീർന്നൊരു ഫീലാണ്. ഇപ്പൊ ക്ലാസ് ഉണ്ടെങ്കിലും ക്ലാസ് ഇല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ വന്ന് ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ചായ ആസ്വദിച്ചിരുന്ന് കുടിക്കണമെന്ന്. എന്തായാലും പ്രശാന്തേട്ടൻ കുളിക്കാൻ കയറി. ഇനി കുക്കർ വിസിലടിച്ചിട്ടാണ് ബാക്കി പണികളുള്ളൂ. അപ്പൊ ഞാൻ ചായ കുടിക്കായിരുന്നു. ഇന്ന് കോട്ടിയാടിന്റെ ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കണത്. എന്താ വെച്ചാൽ മഴ ചാറുണ്ട്. അത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് ചായ കുടിച്ചു. ഈ കോട്ടിയാട് അല്ലെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ രാവിലെ ഈ 3 റൂമിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ഈ കോട്ടിയാടാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ, രാവിലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ളൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരിക്കും. പോരാത്തതിന് ഇപ്പൊ കിളികളും വരുന്നുണ്ട്. അപ്പൊ ആ കിളികളുടെ സൗണ്ട് ഉണ്ട്. അപ്പോഴത്തേക്കും പ്രശാന്തേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പൊ പറഞ്ഞു ഗേറ്റ് തുറന്നില്ലല്ലോടി, ഇനിയിപ്പോ ഞാൻ റെഡി ആയിട്ട് പുറത്തേക്ക് പോയാൽ ഞാൻ നനയും, നീ ഒന്ന് തുറന്നിട്ടോളാൻ പറഞ്ഞു. ഞാനപ്പോ അത് തുറന്നിടാൻ ഓടുകയാണ്. എന്താ വെച്ചാൽ അടുപ്പത്തിന്റെ കുക്കർ ഇരിക്കണ്ടേ. ഓടിപ്പോയി തുറന്നിട്ട് കുറച്ച് മഴയൊക്കെ നനഞ്ഞു കേട്ടോ. ചെറിയ മഴയുള്ളൂ, ചെറിയ ചാറ്റൽ മഴയുള്ളൂ. പിന്നെ ഇനിയിപ്പോ ചെറിയ ജലദോഷം ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോ പനി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഓടി ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒന്നും നനയായിരുന്നു. പിന്നെ കുറച്ചു നേരം പ്രശാന്തേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പ്രശാന്തേട്ടന് ഭയങ്കര തിരക്കല്ലേ, അതുകൊണ്ട് പ്രശാന്തേട്ടനെ കിട്ടണ സമയം ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിന്റെ ഇടയിലെ ചേട്ടൻ പറഞ്ഞു അയ്യോ അപ്പുറത്തുനിന്ന് ഒരു സാധനം എടുക്കാനുണ്ട്, പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കാണിക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ മഴ നനഞ്ഞ് സുന്ദരിമണികളായിട്ട് നിൽക്കണത് എല്ലാവരും ഒന്ന് കാണിക്കാന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് കേട്ടോ ഇത്. ഇതില് ഒരു 24-25 ടൈപ്പ് മാവുണ്ട്. പിന്നെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ആത്തച്ചക്ക, അങ്ങനെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. അത് കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോഴേക്കും പ്രശാന്തേട്ടനെ കാണാനില്ല. അപ്പൊ ആള് ഫ്രണ്ടിൽ ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ നോക്കും മഴ പെയ്ത് ഫുള്ള് എല്ലാ ചെടിയും നനഞ്ഞ് നല്ല അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് എനിക്കും അതുപോലെ ഭയങ്കര ഹാപ്പിയാ. പ്രശാന്തേട്ടൻ അത്ര ഹാപ്പി അല്ല. എന്താ വെച്ചാൽ വർക്ക് സൈറ്റിൽ പണികൾ അത്രയും കറക്റ്റ് ആയിട്ട് നടക്കില്ലല്ലോ മഴ ദിവസമാണെങ്കിൽ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചേ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഈ മഴയത്ത് അങ്ങനെ അത് വീണു പോയോ, കുഞ്ഞ് തെയ്യാണ്. എൻ്റെ ഒരു ചേച്ചി തന്നതാ എനിക്ക് വീട്ടിൽ പോയപ്പോ. അപ്പൊ അത് നാശമായി ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോയതാ. അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ അതിന്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തുനിന്ന് രാജേഷ് ഏട്ടനെ കണ്ടു.
രാജേട്ടൻ എന്ന് വിളിച്ച വഴിക്ക് രാജേട്ടൻ പിന്നെ കുറെ വർത്താനൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കുക്കർ വിസിലടിക്കുന്നത് പോലും ശ്രദ്ധിച്ചില്ല. പിന്നെ പ്രശാന്തേട്ടൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ കുക്കർ ദേ വിസിലടിക്കണു, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടിയത് കേട്ടാ. കറക്റ്റ് സമയത്താട്ടെ ചെന്നേ, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പുളി പിഴിഞ്ഞ വെള്ളം മരിച്ചെടുത്തിട്ട് അതിൽ സാമ്പാർ പൊടി കലക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുക സാമ്പാറിൽ. എങ്ങനെ എല്ലാവരും ചെയ്യാറ്? നേരിട്ട് സാമ്പാർ പൊടി ഇടാറാണോ? പിന്നെ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഇത്തിരി നേരത്തേക്ക് ഒരു പൊട്ട് സാമ്പാർ വെക്കാൻ വേണ്ടി വറുത്തരക്കേണ്ടി വെച്ചിട്ട് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെച്ചത്. എല്ലാവരും എങ്ങനെയാ വെക്കണേന്നുള്ളത് കമന്റ് ചെയ്യണേ. പിന്നെ അതേ നമ്മുടെ അപ്പുറത്ത് നിൽക്കണ കറിവേപ്പിൻ തെയ്യ്, നമ്മൾ താമസത്തിന് മുമ്പേ ഉള്ള കറിവേപ്പിൻ തെയ്യാണ്. അത് മുറിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല കേട്ടോ. അത് അവിടെ ഒതുക്കി കെട്ടിയിട്ടാണ് വീടൊക്കെ പണിതത്. അപ്പൊ ഇപ്പൊ അത് ഭയങ്കര ഉപയോഗമായി. കറിവേപ്പിനെനിക്ക് ഓടണ്ട, പെട്ടെന്ന് അപ്പുറത്തുനിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇടാം ഫ്രഷ് കറിവേപ്പ്. അതിനിടയിൽ നല്ലൊരു ഇടി വെട്ടിയിട്ടാ, അതാ ഞാൻ എത്തിച്ചു നോക്കണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറിന്റെ പണി ഏകദേശം കഴിഞ്ഞു. കടുകും മുളകും കറിവേപ്പിലും എല്ലാം ഇട്ട് പൊട്ടിച്ച് വറുത്തിട്ടു കേട്ടോ. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചു വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ പിന്നെ റൂമുകളിലേക്ക് പോന്നു കേട്ടോ. കുട്ടികളില്ലാത്ത കാരണം കുറെ ഒന്നും അടുക്കി പറക്കാനൊന്നുമില്ല. എന്നാലും ബെഡ് നമ്മൾ വിരിച്ചിടുക, തുണികൾ മടക്കി വെക്കുക, അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ആ ബോളുകൾ കിടക്കണത് എന്താന്ന് വെച്ചാൽ ഇന്നലെ പൗർണമിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് കളിക്കാൻ വേണ്ടി ഞാൻ പിള്ളേരെ റൂമിൽ നിന്ന് എടുത്തതാ. അപ്പൊ അതൊക്കെ എടുത്ത് കൊണ്ടുവച്ചു. കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വാതിലൊക്കെ ഒന്ന് ചാരിയിട്ടു. എന്ന് വെച്ചാൽ ഈ കിളികൾ ഈ കോട്ടിയാടിക്ക് വരുമ്പോ അവരവിടേക്കും ഇവിടേക്കും ഒക്കെ പോവേ. അപ്പൊ ഈ റൂമിലൊക്കെ കാഷ്ടിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ട് റൂമിന്റെ വാതിൽ വെറുതെ ഒന്ന് ചാരിയിട്ടു. അപ്പൊ ഞാൻ നിൽക്കണതിന്റെ തൊട്ടടുത്തുള്ള മരത്തുമ്മ കേട്ടോ വരാറുള്ളത്. ആ ചെറിയ ചട്ടിയിൽ വെച്ചേക്കണ ഒരു മരം ഉണ്ടല്ലോ, അതിനെ ഫൈക്കസ് അലീന്നാ പറയാ. നീളൻ ഇലകളാണ്, മാവില പോലെ. പിന്നെ അങ്ങനെ ചെടികളുടെ ഇടയിലുള്ള ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ച് അങ്ങനെ ഞാൻ കൂട്ടിയാടി പോയിട്ട് ഇരുന്നു. ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നതാ. അതിനിടയിൽ നമ്മുടെ റോബിക്കുട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഈ ക്ലീൻ ചെയ്യുന്ന റോബോട്ടിന് എൻ്റെ കുട്ടികൾ ഇട്ടേണ പേരാണ് റോബി. ചെടികൾ ഒരു ഭംഗിക്ക് വെച്ചാൽ മാത്രം പോരാ കേട്ടോ, അതൊക്കെ നമ്മളൊന്നേ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കുട്ടികളെ നോക്കി കൊണ്ടുവരണ പോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എന്തെങ്കിലും വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച്, വളം കൊടുക്കണമെങ്കിൽ വളം കൊടുത്ത്, ഇതുപോലെ ഇലകളൊക്കെ ഉണങ്ങി ഇതൊക്കെ മാറ്റി എപ്പോഴും നല്ല വൃത്തിക്ക് അവരെ ഇതിനു വേണ്ടി നോക്കണം. അത് വിചാരിച്ച് ഒരുപാട് നോക്കിയാലും അത് ചീഞ്ഞു പോകും. അപ്പോൾ ഓവർ കെയറിങ് കൊടുക്കാതെ അത്യാവശ്യം കെയറൊക്കെ കൊടുക്കണം കേട്ടോ. എങ്കിലേ ഈ ചെടികളൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ പ്രശാന്തേട്ടൻ സൈറ്റിലേക്ക് പോകേണ്ട സമയമായി. പ്രശാന്തേട്ടൻ പോയിട്ടാ. അപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഗേറ്റും വാലൊക്കെ അടച്ച ഉള്ളിലേക്ക് കയറിയിട്ടാ. 9 മണിയാകുമ്പോൾ നമ്മുടെ അക്വേറിയത്തിലെ ലൈറ്റ് തെളിയും. ഓട്ടോമാറ്റിക്കാണ് അതിലത്തെ ലൈറ്റും ഫിൽറ്ററൊക്കെ. അപ്പോൾ 9 മണിയാകുമ്പോൾ അവർക്കറിയാം ആ ലൈറ്റ് തെളിയുമ്പോഴാണ് ഞാൻ ഫുഡ് കൊടുക്കാറ്. എന്നെ കണ്ട ആ സൈഡിലേക്ക് എല്ലാവരും കൂടി ഓടി വരും കേട്ടോ. വെറുതെ കൈ വെച്ച് കൊടുത്താലും അതും ഇങ്ങനെ കുത്തിപ്പറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് ഞാൻ ഹാൻഡ് ഫീഡാ ചെയ്യണേ. പണ്ടൊന്നും ഇവരെൻ്റെ അടുത്തേക്കേ വരില്ലായിരുന്നു. ഫുഡൊക്കെ ഇട്ടിട്ട് ഞാൻ നീങ്ങി നിൽക്കണം, എന്നാലേ കഴിക്കുള്ളായിരുന്നു. ഇപ്പം ഞാൻ എവിടെ നിൽക്കണോ ആ സൈഡിലേക്ക് വരും കേട്ടോ അവര്. ഇപ്പം നല്ല ഇണക്കായി. ഇതൊരു പ്ലാന്റഡ് അക്വേറിയാണേ, അതുകൊണ്ട് ഇതിൽ വലിയ കുറേ മീനുകളെയൊന്നും ഇടാൻ പറ്റില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് മീനുകളെയാണ് ഇടാൻ പറ്റുള്ളൂ. മിക്ക മീനുകളും ഈ ചെടികളൊക്കെ കഴിക്കുമല്ലോ, അതുകൊണ്ട്. ഇത് നോക്കുക, ഒരു പാമ്പ് പോലത്തെ മീൻ. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. ക്ലീനിങ് ആണ് മെയിനായിട്ട് ആൾ ചെയ്യണ പരിപാടി. കുറച്ച് ഏഞ്ചൽസ്, കുറച്ച് ടെട്രാസ് ഒക്കെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവന്മാര് മാത്രമല്ല, ഒരു 2-3 ഫൈറ്ററും കൂടി എനിക്കുണ്ട്. അത് നമ്മുടെ പൂൾ സൈഡിലാണ്, വർക്ക് ഏരിയയിൽ പൂൾ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ഹാഫ് ബോൾ അക്വേറിയത്തിൽ ഇട്ടേക്കണേ. അപ്പൊ അവർക്കും ഇതിന്റെ ഒപ്പം തന്നെ തീറ്റ കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് കേട്ടോ. ഇവിടെയും ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കണേ. അതുകൊണ്ട് ഇവിടെ മഴയും പെയ്യും, നന്നായിട്ട് വെളിച്ചവും കിട്ടും. അവിടെ ഞങ്ങൾക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒരു കുഞ്ഞൻ മരമൊക്കെ സൈഡിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ സെറ്റാക്കിയേക്കാണ്. അപ്പം മഴ പെയ്യുമ്പോൾ നല്ല രസമാണ്. പിള്ളേരുണ്ടെങ്കിൽ ഇപ്പോൾ ചടിയനെ വെള്ളത്തിൽ. ഏകദേശം എൻ്റെ പണികളൊക്കെ തീർന്ന കാരണം കൊണ്ട് ഇനി കുറച്ചു നേരം ഫോണിൽ വന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാന്ന് വെച്ചിരിക്കുമ്പോഴാണെടാ നമ്മുടെ തൊപ്പിക്കിളികൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരെത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ അപ്പം അവരറിയാണ്ട് പതുക്കെ വീഡിയോസ് എടുക്കുകയാണ് കേട്ടാ. അവര് നമ്മളെയൊക്കെ കണ്ടാലും ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ. അതേ അവര് വീണ്ടും ഒന്ന് കൂടുണ്ടാക്കാനായിട്ട് എന്തോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ മരത്തുമോ വന്നിരിക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാനൊന്ന് അടുക്കളയിൽ പോകാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവര് പറന്നു പോയിട്ട് മേലെ പോയിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി അടുത്ത ദിവസം ഇതിലും നല്ല വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.